ഹലോ ഗായ്സ്, അപ്പോൾ ജർമ്മൻ കഫേയുടെ അടുത്തൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈവനിങ് ആണ്. അപ്പോൾ ജോഫിൻ്റെ പിറന്നാളൊക്കെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് ഇന്നലെ ലേറ്റായിട്ടാണ് വന്നത്. അപ്പം ഞാൻ ലേറ്റായിട്ടാണ് ഇന്ന് എണീറ്റതും. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ഒട്ടും ഞാൻ ഉഷാറില്ല. പക്ഷെ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഓൾമോസ്റ്റ് കുറേയൊക്കെ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ചെയ്ത പ്രോമിസ് എന്താ, ഡെയിലി ഒരു വ്ളോഗ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വ്ളോഗിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്ക് വ്ളോഗിലേക്ക് ഇറക്കാം. ഞാൻ ഓൾറെഡി കഞ്ഞി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതായിക്കോളും. ആ സമയം എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അയ്യോ, ഹാപ്പി ബർത്ത്ഡേ ടു യു പോലെ കഞ്ഞി തിളച്ചു മറിയുന്നു. മോശം മോശം. കുറേയൊക്കെ വെന്തിട്ടുണ്ട് ഗായ്സ്, എന്നെ കാണാമോ? ഇത് അത്യാവശ്യം വെന്തു തോന്നുന്നു. ഇത് കുറച്ച് നേരം ഞാൻ ഇരിക്കട്ടെ, എനിക്ക് മാറ്റി വെക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ പഠിക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തരാൻ എന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇവിടെ ടെക്സ്റ്റായിട്ട് വരുന്നത് ഫ്ലേഗെ ഹോയിറ്റ്. ഞാൻ ആദ്യം എടുത്ത് പറയണത്, ഞാൻ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ വേറെ എന്തെങ്കിലും ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന കാര്യം നിങ്ങൾക്കുള്ളതല്ല. അപ്പം ഞാൻ പഠിക്കുന്നത് നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ആണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് കണ്ടോ, ഇതൊരു ടെക്സ്റ്റാണ്, ഫ്ലേഗെ ഹോയിറ്റ് എന്ന് പറയാം. ഞാൻ എടുത്ത് കാണിക്കാവേ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇത്. അപ്പം കാണാം, യെസ് കാണാം. ഇതാണ് എൻ്റെ ടെക്സ്റ്റ് ബുക്ക്. ഇതിനകത്ത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇതാണ് നമ്മൾ 3 വർഷം കൊണ്ട് പഠിക്കേണ്ടത്. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ ഐ കെയറിൻ്റെ അനാട്ടമി, പിന്നെ അതുപോലെ തന്നെ ക്രാങ്ക് ഹൈറ്റിനെ കുറിച്ച് അങ്ങനെയൊക്കെ വരുന്ന കുറേ ടെക്സ്റ്റുകളുണ്ട്. അത് നോക്കിയും പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പം നിങ്ങളുടെ സ്കൂളിൽ ഏതാണോ ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ച്. ഞങ്ങളുടെ കൂടുതലും ഫ്ലേഗെ ഹോയിറ്റ് ആണ്, പിന്നെ ഐ കെയറും ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ, അത് എല്ലാ സ്കൂളിലും ഉണ്ടോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമുക്കിങ്ങനൊരു സൈറ്റുണ്ട്. ആ സൈറ്റിൻ്റെ പേരെനിക്ക് മറന്നുപോയി. ആ സൈറ്റിൽ ആണെങ്കിൽ നമ്മൾക്ക് ലൈബ്രറി പോലെയാണ്. അത്യാവശ്യം വേണ്ട ബുക്കുകൾ, ഈ പറയുന്ന ഐ കെയറിൻ്റെ ഒരു എല്ലാ ബുക്കുകളും അതിനകത്ത് നമുക്ക് കിട്ടും. നമുക്കത് റെഫർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഓൺലൈനാണ്. ആ വെബ്സൈറ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, മറന്നുപോയത് മാത്രമല്ല, എനിക്കത് അറിയില്ല, അത് എല്ലാവർക്കും ഉള്ളതാണെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ഉള്ളതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഷെയർ ചെയ്താൽ എനിക്ക് പേടിയാണ്. നമുക്കിവിടെ നമ്മുടെ സ്കൂളിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ ഒരു ഡാറ്റ ഷൂട്ട്സ്, അതായത് നമ്മൾക്കിങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഡാറ്റകൾ, അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ്. ചെയ്യില്ല, ഞാനിങ്ങനെ അത് പബ്ലിക് ആക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സ്കൂളിൻ്റെ പേര് പറയുന്നതൊന്നും പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പൊതുവേ സ്കൂളിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു പ്രോഗ്രാമിൻ്റെ വീഡിയോ അതൊക്കെ പെർമിഷനോട് കൂടി നമുക്ക് ചെയ്യാം, അല്ലാണ്ട് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇനിയിപ്പോൾ ചിലപ്പോൾ പറ്റും, ചിലപ്പോൾ പറ്റില്ല എന്നുള്ളൊരു ഇതാണെങ്കിൽ കൂടി ഞാൻ ചെയ്യില്ല. കാരണം എനിക്ക് പേടിയാണ്. നമ്മൾക്ക് ഒന്നാമത് നമ്മൾ വേറൊരു നാട്ടിൽ നിന്ന് പഠിക്കുകയല്ലേ, അപ്പം നമ്മളിങ്ങനെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ.
അതുകൊണ്ട് ഞാൻ അങ്ങനെ ഷെയർ ചെയ്യില്ല. സ്കൂളിൻ്റെ പേര് ആക്ച്വലി എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാൻ അവിടെ പഠിക്കുന്നതെന്നൊക്കെ. അല്ലാണ്ട് പക്ഷെ ഞാൻ പഠിക്കുന്നത് യൂണീക് ക്ലിനിക്കിലാണ്. യൂണീക് ക്ലിനിക് അത് പറയുന്നത് തെറ്റില്ലാന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്താണ് പഠിക്കേണ്ടതുള്ളത്. പിന്നെ നമ്മൾക്ക് ഒരു എക്സാം കോമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫ്ലീഗെ ഐ കെയറിൻ്റെ ഒരു ബുക്ക് കിട്ടും. അതുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമ്മറൈസ് ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ വേറൊരു സാധനമുണ്ട്. നമ്മൾക്കിവിടെ ഓരോ ഡിസീസിനെ പറ്റിയിട്ട് ഫ്ലൈഗെ പ്ലാനും ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് നന്ദ NANDA നന്ദ അത് ഗ്ലോബലി ഉള്ള കാര്യമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അതിൻ്റെ ഓരോ ബുക്കുകൾ കിട്ടും. അപ്പോൾ ആ ബുക്കിനകത്ത് ഇങ്ങനെ ഓരോ ഡിസീസിനും അതിൻ്റെ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഫ്ലൈഗെ പ്ലാനും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബുക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാ ഇത് ഇതിനകത്ത് ഫ്ലൈഗെ പ്ലാനിങ് ഇപ്പോൾ ഓരോന്നിൻ്റെയും കാണും. ഇതൊരു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഡിമെൻസ് ഒന്നും നിങ്ങൾക്ക് വ്യക്തമായി തിരിഞ്ഞായിരിക്കും അല്ലേ കാണുന്നത്. തിരിഞ്ഞിപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് കാണണമെന്നില്ലല്ലോ, എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഡിമെൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഡിമെൻസ് അതിനകത്ത് നമ്മൾ ഒരു ഡിമെൻസ് പേഷ്യൻറ്റിൻ്റെ എന്തൊക്കെ ഇൻഫർമേഷനാണ് എടുക്കേണ്ടത്, പിന്നെ അതുപോലെ തന്നെ ഈ ഡിമെൻസിൻ്റെ ഉവസാഹൻ എന്തുകൊണ്ടാണ് വന്നത്, പിന്നെ സിംറ്റം ഒക്കെ സിംറ്റം കുറേ സിംറ്റം ഇങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന്. പിന്നെ അതുപോലെ തന്നെ റിസോഴ്സസ്, ആ പേഷ്യൻറ്റിനുള്ള റിസോഴ്സസ്, പിന്നെ സീല്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് പഠിക്കുന്നവർക്കാണെങ്കിൽ അറിയാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കായിരിക്കും. അപ്പോൾ ഇത്രയും ബുക്കുകളാണ് ഞാൻ പഠിക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെ പറ്റി ഞാൻ പറഞ്ഞില്ല. അയാൾ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫോണിൽ കിട്ടും ChatGPT. പുള്ളിക്കാരനോട് ചോദിച്ചാൽ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ChatGPT പറയുന്ന എല്ലാം ശരിയൊന്നുമല്ല. അപ്പം നിങ്ങൾക്ക് അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ഒന്ന് വായിച്ച് കൺഫേം ചെയ്തിട്ട് വേണം പഠിക്കാൻ. അതുകൊണ്ട് തെറ്റി പഠിച്ചു വെക്കരുത് ആരും. ഞാൻ ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. ഇത്രയും സോഴ്സാണ് എനിക്കുള്ളത്. പിന്നെ നമുക്ക് ഇങ്ങനെ വേറെ പുറത്തുനിന്നുള്ളത് തപ്പേണ്ടി വരില്ല. കാരണം നമുക്ക് ഓൾറെഡി സ്കൂളിൽ നിന്ന് കിട്ടുന്ന നോട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. അത് നോക്കി തന്നെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അത് സിമ്പിളായിരിക്കും, കുറേ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പഠിത്ത കാര്യങ്ങൾ. ഇപ്പം എനിക്ക് കുറച്ച് വർക്കല്ല, ഞാൻ ഓൾറെഡി നോക്കി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾ ഇന്നലെ ലീവാന്ന് പറഞ്ഞിട്ട് പിന്നെന്താ എനിക്ക് ലീവാണ്, ഞാൻ സിക്ക് ലീവിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ പഠിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബുദ്ധി ഉറച്ചു പോകൂലേ. അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് വായിക്കും, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. ഇപ്പം തന്നെ എനിക്ക് ജർമ്മൻ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ ആൾക്കാരുമായിട്ട് മിണ്ടാണ്ടൊക്കെ ആയിട്ട് വീട്ടിൽ ഉർലോവിന് പോയി. അങ്ങനെ ഒരു 22 ദിവസം. പിന്നെ ഇവിടെ വന്നു, ആകെ 3 ദിവസം ക്ലാസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വയ്യാണ്ടായി ലീവായി. ഇപ്പോൾ 1 മാസത്തോളമായി. അപ്പോൾ ഇത്രയും കാലം ഏകദേശം 2 മാസത്തോളം ഞാൻ ജർമ്മനൊന്നും അധികം സംസാരിക്കാണ്ട് എനിക്ക് എൻ്റെ ജർമ്മനൊക്കെ ഏകദേശം പോക്കായി. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് എന്തെങ്കിലും എടുത്ത് വായിക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഇന്ന് വായിക്കുമ്പോൾ എന്തെങ്കിലും പഠിക്കാൻ, അതായത് നമുക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും വായിക്കാമെന്ന് കരുതി അത് ഞാൻ വായിക്കുകയാണ്. അപ്പം ഞാൻ എന്ത് വായിക്കുന്നു എന്ത് പഠിക്കുന്നു എന്നുള്ളത് ഞാൻ ഇതിൽ പറയുന്നില്ല. കാരണം ഇത് എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല. അല്ല, നിങ്ങൾക്ക് പഠിത്തത്തിനെ കുറിച്ചൊക്കെ ഇന്ന ടോപ്പിക്ക് അങ്ങനെയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഞാനും പഠിക്കും, ഈ കേൾക്കണ നിങ്ങളും പഠിക്കും. അപ്പം ഞാനത് ചെയ്യാം. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ എന്തായാലും എൻ്റെ വർക്ക് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ അതൊക്കെ വായിച്ചു കഴിഞ്ഞു. അപ്പോഴത്തേക്കും ആശ്ന നോക്കുതാ, ഇതിൻ്റെ പേരെന്താ, ക്രൊസോണാന്ന് തോന്നുന്നു. ഓക്കെ. അതായത് നമ്മളൊക്കെ ഇങ്ങനെ റവയില് ഇവിടെ ഇരിക്കുമല്ലേ. ഓക്കെ. അതായത് നമുക്കിവിടെ റവേ, അൽദി, നെറ്റോ അങ്ങനെയൊക്കെ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എല്ലാ ദിവസവും അവർ ഫ്രഷ് ആയിട്ടുള്ളത് വെക്കുന്നതാണ്. അവിടെ നിന്ന് മേടിച്ച് ഇതിന് കവറിലാക്കി നമുക്ക് കിട്ടും.
ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് വെച്ചിട്ടുള്ളത്. കഴിച്ചു നോക്കട്ടെ. ഈ സൈഡിൽ ചോക്ലേറ്റ് കാണൂലായിരിക്കും അല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്, നല്ലയാ. നമ്മുടെ പപ്സിന്റെ ചോക്ലേറ്റ് പപ്സ് പോലെ. അല്ലേ? അങ്ങനെ പഠിത്തം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഇപ്പം നോക്ക്, സൗണ്ട് കേട്ടോ, ഒരു സൗണ്ട്. കാണിച്ചു തരാം. വാഷിംഗ് മെഷീൻ്റെ സൗണ്ടാണ്. പേര് സൂപ്പർ സൈലന്റ് എന്നൊക്കെയാണ്, പക്ഷെ ഭയങ്കര സൗണ്ടായി വാഷിംഗ് മെഷീൻ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഫുഡിന് കറി മീൻ പീരയാണ്. പക്ഷേ മീൻ പീരയ്ക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ പുളി ഇടാൻ മറന്നുപോയി. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ കുക്കിംഗ് പഠിക്കുന്ന ഒരു പഠിത്തമൊന്നുമല്ല. ഞാൻ കുക്കിംഗ് ഒക്കെ അത്യാവശ്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു 1 year ആയിട്ട് കുക്കിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ മീൻ പീരയിൽ പുളി ഇടാൻ മറന്നുപോയി. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറുണ്ട്, പിന്നെ മോരുകറി. ഇത് ഇന്നലത്തെ മോരുകറിയാണ്. ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ കിടന്നുറങ്ങാൻ പോവുമായിരുന്നു. എൻ്റെ ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ കർട്ടൻ ഇങ്ങനെ മാറ്റാൻ വേണ്ടി വരുമായിരുന്നു. അപ്പോഴാണ് ഒരു സംഭവം കാണിച്ചു തരാം നിങ്ങളെ. സ്നോ. നന്നായിട്ട് പെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ എന്തായാലും പുറത്തൊന്നും പോകുന്നില്ല. വന്ന ടൈമിൽ എൻ്റെ പ്രാന്തൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ പുറത്ത് പോയി സ്നോയൊക്കെ ഒന്ന് വാരി എറിഞ്ഞ്, അറിയാലോ നമ്മൾ ആദ്യം കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കില്ല. എന്നിരുന്നാലും സ്നോ വന്നപ്പോൾ ഒരു കുളിര്. നാളെ ഈ സ്നോ ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ എടുത്തിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിലും കാര്യമായിട്ടൊന്നുമില്ല, എങ്കിലും പ്രോമിസ് ഈസ് പ്രോമിസ്. അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ സ്നോ ഉണ്ടെങ്കിൽ സ്നോയിൽ, അല്ലെങ്കിൽ എന്തായാലും നാളെ ഞാൻ വീഡിയോയിൽ വരാം. അപ്പോൾ ശരി, ഇത്രേ ഉള്ളൂ. നാളെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് സ്നോ. അപ്പോൾ ശരി കേട്ടോ, ടാറ്റാ, ബൈ ബൈ. നോക്ക് അവസ്ഥ എന്താന്ന്. നോക്കെന്താന്ന്. ചാടുവോ ഇപ്പോ? നല്ല ഭംഗിയില്ലേ? നാളെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയിട്ട്